മതിയെങ്കിൽ എതിർത്താൽ മതി. ഈശ്വരനെ എതിർത്താൽ ഈശ്വരനിലെത്തും, സച്ചിദാനന്ദത്തിലെത്തുകയില്ല. ഈശ്വരൻ വേറെ, സച്ചിദാനന്ദം വേറെ. ഈശ്വരനെ കാണാൻ വലിയ പണിയൊന്നുമില്ല. അത് ആ കൊള്ളിക്കരുതാത്തവനൊക്കെ കണ്ടതാണ്. ഹിരണ്യകശിപുവും രാവണനും കുംഭകർണനും ഒക്കെ കണ്ട സാധനമാണ്. നിങ്ങൾക്കും കാണണോ? അതിൻ്റെ പാരമ്പര്യം അത്ര വലുതൊന്നുമല്ല. ഞാൻ ഈശ്വരനെ കണ്ടാൽ അത്ര വലിപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ അത് രാവണൻ കണ്ടിട്ടുണ്ട്, കുംഭകർണൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ കാണുക മാത്രമല്ല, വരയെ നിർത്തി സാധനം മേടിച്ചിട്ടുണ്ട്, കൊണ്ടുപോടാ ഇങ്ങോട്ടൊന്ന്. ഞാൻ പഠിച്ച കളരിയും നിങ്ങൾ പഠിക്കുന്ന കളരിയും തമ്മിലുള്ള അന്തരമായത്. ഈശ്വരനെ കാണുന്നതിലൊന്നും വലിയ മഹത്വമൊന്നുമില്ല. കണ്ടിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു, അതാ പ്രശ്നം. സാക്ഷാൽ ജഗന്നിയന്താവിനെ നേരെ മുമ്പിൽ കണ്ട് അങ്ങോരുടെ കയ്യിൽ നിന്ന് വരവും മേടിച്ച് അങ്ങോരുടെ നെറ്റിക്ക് നീട്ടി ഓടുകയാണ് പാവത്തിൻ്റെ കഷ്ടപ്പാട്. അത് വേറെ, ഈശ്വരൻ വേറെ. ഞാൻ പറഞ്ഞ ഉദാഹരണമൊക്കെ ക്ലാസിക്കലല്ല. ഞാൻ പറഞ്ഞ ഉദാഹരണമൊക്കെ നിങ്ങൾ പുരാണങ്ങളിലൊന്നും കണ്ടിട്ടുള്ളതല്ല, കേട്ടിട്ടുള്ളതല്ല. ബ്രഹ്മാവെ തപശക്തി കൊണ്ട് വരുത്തി ചാരത്ത് നിർത്തി മേടിച്ചിട്ടുള്ളവരാ ഇവരൊക്കെ. അതൊന്നും വലിയ പാടല്ല. അതുപോലും പാടാ നമുക്ക്. അങ്ങനെ പറ. എന്തോ സംശയിക്കുന്നത്? അവർ ജീവിതം മുഴുവൻ ആനന്ദിക്കുകയായിരുന്നു. ഈ ജീവിതം മുഴുവൻ ആനന്ദിക്കുന്നതാണ് മോക്ഷം. അല്ലവനെ ആനന്ദമൊന്നും ഇല്ലാതെ ഈ കുത്തുവീർത്തിരിക്കുന്നതാണ് ഈ മോക്ഷം. സ്റ്റേജിൽ വരുമ്പോൾ മാത്രം ചിരിയും സന്തോഷവും, അത് കഴിഞ്ഞിറങ്ങുമ്പോഴൊക്കെ കിട്ടിയ ദക്ഷിണയുടെ പാത്രം എണ്ണി നോക്കിയിട്ട് ദുഷ്ടന്മാർ 2 വയസ്സായിട്ടിരിക്കുന്നു, 5 വയസ്സായിട്ടിരിക്കുന്നു. ഇത് മോക്ഷം. ആനന്ദത്തിൻ്റെ മറുകര കണ്ടവർ അസ്മാദൃശ്യന്മാരായിരിക്കണം നമുക്ക് മാതൃക. ചുരുങ്ങിയ പക്ഷം ഈ ജീവിതത്തിൽ എനിക്ക് കടമയൊന്നേ ഉള്ളൂ എന്നൊന്ന് ചിന്തിച്ചു നോക്കി എന്ത് സുഖമുണ്ടെന്ന്. എൻ്റെ അവകാശത്തെ പറ്റി വെറുതെ ഒന്ന് വിചാരിച്ചു നോക്കി എന്തൊരു അസ്വസ്ഥതയാണ്. അവകാശം എന്ന വാക്ക് തന്നെ അസ്വസ്ഥതയുടെയും ഏറ്റുമുട്ടലിൻ്റെയും യുദ്ധത്തിൻ്റെയുമാണ്. ആത്മബോധം പോയത്. എൻ്റെ ചിന്തയുടെ മണ്ഡലത്തിൽ ഓരോ റൈറ്റും എന്നെ അസ്വസ്ഥമാക്കുന്നതാണ്, എൻ്റെ മുറയിൽ കളയുന്നതാണ്. ഇൻസെൻറ്റീവുകളും അവകാശങ്ങളും മാനവൻ്റെ കർമ്മത്തെ സഫലീകരിക്കുമായിരുന്നുവെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളിലെ അധ്യാപകനേക്കാൾ ഗവൺമെൻറ് സ്കൂളുകളിലെ അധ്യാപകൻ ശോഭിക്കുകയും മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പിള്ളേരില്ലാതെ വരുമ്പോഴും ഗവൺമെൻറ് സ്കൂളുകളിൽ പിള്ളേർ കൂടുകയും ചെയ്യേണ്ടതായിരുന്നു.